ഞാനിപ്പോൾ ഉള്ളത് പൂളയങ്കര പാടത്താണ്. കുന്നമംഗലത്ത് ഇതേപോലെ അനേകം പാടങ്ങളും തോട്ടങ്ങളും ഗ്രാമത്തിന്റെ സൗന്ദര്യവുമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രദേശമാണ് കുന്നമംഗലത്തിന്റെ മണ്ഡലത്തിന്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. ഇത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ മലപ്പുറം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമപ്രദേശമാണ്, പാടമാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് എല്ലാവർക്കും അറിയാം. കാരണം ഒപ്പമുള്ള ആളുകളൊക്കെ ആ കരയിൽ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ കാർഷിക പാരമ്പര്യത്തെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കേരകൃഷിയും നെൽകൃഷിയും വാഴത്തോട്ടവും കഴുങ്ങിൻ തോട്ടവും ഒക്കെ നമുക്ക് ചുറ്റിലും കാണാൻ പറ്റുന്നുണ്ട്. ഇവരുടെയൊക്കെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ച് അത് ശേഖരിച്ച് ഓരോ കർഷകന്റെയും വരുമാനം വർദ്ധിപ്പിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്തേണ്ട ബാധ്യത, അതിന്റെ ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിർഭാഗ്യവശാൽ അതിനെ ഗൗരവമായിട്ട് കണ്ടുകൊണ്ട് ഇത്തരം പരമ്പരാഗതമായിട്ടുള്ള കൃഷിയെ സംരക്ഷിച്ച് നാടിന്റെ നന്മ, മണ്ണിന്റെ നന്മ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ആസൂത്രണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഈ ഗ്രാമീണ കൃഷി ഇടങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ആ ഗ്രാമീണ കൃഷിക്കാരുടെ കുടുംബ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഗൗരവമായി ആലോചിക്കുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ കേരം തിങ്ങും കേരള നാട് എന്നൊക്കെ പാട്ടുപാടി നമ്മൾ അഭിമാനത്തോടെ ഇരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നാളികേര ഉൽപാദനത്തിൽ 3-ാം സ്ഥാനത്തായി പോയിരിക്കുകയാണ്. കേരളത്തില് ആധുനിക രീതിയിലുള്ള കൃഷി പരിഷ്കരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. 1 ഏക്കർ സ്ഥലത്ത് കേരളത്തെക്കാൾ നന്നായിട്ട് കൃഷി ചെയ്തിട്ടാണ്, ഉൽപാദനക്ഷമതയുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് നാളികേര കൃഷിയിൽ കർണാടക ഇന്ന് 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്, തമിഴ്നാട് 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്, നമുക്ക് 3-ാം സ്ഥാനമാണ്. പക്ഷെ കേരളത്തിലുള്ള തെങ്ങിന്റെ എണ്ണം എടുത്താൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്. അപ്പൊ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉൽപാദന ക്ഷമതയില്ലാത്ത കൃഷിയെ സംബന്ധിച്ച് അത് പരിഷ്കരിക്കേണ്ട ഇതിന്റെ അനിവാര്യതയെ സംബന്ധിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും സുന്ദരമായിട്ടുള്ള പ്രദേശങ്ങൾ കാണുമ്പോൾ, ഇവിടുത്തെ നന്മ നിറഞ്ഞ മനുഷ്യന്മാരെ കാണുമ്പോൾ, ഈ മണ്ഡലത്തിൽ നിന്ന് ഒരവസരം ലഭിച്ചാൽ തീർച്ചയായിട്ടും ഈ പരമ്പരാഗത കൃഷിയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ആരംഭിക്കാൻ, അത് നടപ്പിലാക്കാൻ എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പ്രേരണയാണ് ഈ പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ, ഈ കർഷകരെ കാണുമ്പോൾ, ഈ ഗ്രാമീണ ജനതയെ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നത്. തീർച്ചയായിട്ടും ഇവിടെയുള്ള ആളുകളുമായിട്ട് സംവദിച്ചപ്പോൾ അത്തരമൊരാളെയാണ് ഞങ്ങളും തിരയുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള പിന്തുണ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഈ ഗ്രാമീണ ജനതയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത്.